നമസ്കാരം. മാർക്കറ്റുകളെല്ലാം ഇന്നലെ നല്ല സെല്ലിംഗ് പ്രഷർ ആയിരുന്നു. ഏതാണ്ട് 3 ഇൻഡെക്സുകളും 1% അടുത്ത് മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 1.1%, S&P 500 0.91%, നാസ്ഡാക്ക് 1.88% മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇത് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് അമേരിക്കയിലെ ഒന്ന് എ ഐ വാല്യുവേഷൻ വളരെ ഹൈ ആണ്. അപ്പൊ അതേ സംബന്ധിച്ച് സ്റ്റോക്കുകൾക്കൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ ഇനി നേരിടാൻ വരുന്ന റിസൾട്ടുകൾ ഇതിനോട് ഒരു ജസ്റ്റിഫൈ ആയിട്ടുള്ള റിസൾട്ട് വന്നില്ലെങ്കിൽ അതൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്കയിൽ വരുന്ന ഡേറ്റകൾ, സാധാരണ എക്കണോമിയെ സംബന്ധിച്ചുള്ള ഡേറ്റകളൊന്നും ഒക്ടോബർ മാസത്തെ ലഭ്യമല്ല എന്നുള്ള രീതിയിൽ ഒഫീഷ്യൽസിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു കമന്റ് ആണ്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. FOMC മെമ്പേഴ്സും ഒക്കെ പലരും ഇനി ഡിസംബറിൽ ഉണ്ടാകുന്ന റേറ്റ് കട്ട് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നതിലുള്ള കമന്റുകളും ഇന്നലെ പറഞ്ഞിരുന്നത്. ഇതെല്ലാം കൂടി അമേരിക്കൻ മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കി. ഓർക്ക് അമേരിക്കൻ മാർക്കറ്റ് ഒക്കെ ഓൾ ടൈം ഹൈയിലാണ്. മോർഗൻ സ്റ്റാൻലി പോലുള്ള റേറ്റിംഗ് ഏജൻസികളെല്ലാം അമേരിക്ക അടുത്ത വർഷം ഔട്ട് പെർഫോം ചെയ്യുമെന്നും ഓൾ ടൈം ഹൈ അല്ലാണ് അതിന്റെ പല ഇൻഡെക്സുകളെയും ടാർഗറ്റ് പുനർനിശ്ചയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ മാർക്കറ്റിൽ ചെറിയൊരു ഫിയർ ഉണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇത്തരത്തിലൊരു സെല്ലിംഗ് പ്രഷർ വന്നു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ പൊതുവെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റിൽ നല്ലൊരു സെൽ ഓഫ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കും. ഇന്നലത്തെ അമേരിക്കയിലെ സെൽ ഓഫിന് ശേഷം ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം മൈനസ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഒരു അവസരത്തിൽ ഇന്നലെ GNX നിഫ്റ്റി 26,100 ക്രോസ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ താഴേക്ക് വന്നിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റിലെ സെല്ലിംഗ് പ്രഷർ എല്ലാ മാർക്കറ്റുകളെയും ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ ഏതാണ്ട് പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. ഇപ്പോൾ ഇതുവരെയുള്ള റിസൾട്ട് സീസൺ അവസാനിച്ചു കഴിഞ്ഞു. റിസൾട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 15% അതിന്റെ നെറ്റ് പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. റവന്യൂ ഗ്രോ ചെയ്തേക്കുന്നത് 8% മാത്രമാണ്. റവന്യൂ ഗ്രോ ചെയ്യുന്നത് അല്പം പ്രശ്നമാണ്. കാരണം 2 ഡിജിറ്റ് കടന്നാലാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു പറയാനാവുക. എങ്കിൽ പോലും നെറ്റ് പ്രോഫിറ്റ് 15% കൂടിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കമ്പനികളെല്ലാം നേടിയിട്ടുണ്ട്. പ്രധാനമായിട്ടും റോ മെറ്റീരിയലിന് വില കുറഞ്ഞതുകൊണ്ട്, ഇൻഫ്ലേഷൻ ഒക്കെ കുറഞ്ഞതുകൊണ്ടും, പലതവണ റേറ്റ് കട്ട് വന്നത് GSTയുടെ ആനുകൂല്യം ലഭിച്ചതുകൊണ്ടും ഒക്കെ അത്തരത്തിലുള്ള ഒരു ആനുകൂല്യം കമ്പനികൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വരും ക്വാർട്ടറുകളിലൊക്കെ ഇതിലും ബെറ്റർ ആവും എന്നുള്ളൊരു പ്രതീക്ഷ മാർക്കറ്റിലുണ്ട്. അതേ തുടർന്ന് മാർക്കറ്റ് ഇപ്പോൾ ഏതാണ്ട് 200-ഓളം പോയിന്റ് ഓൾ ടൈം ഹൈയുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ടച്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഗ്ലോബൽ സെൽ ഓഫ് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ മിഡ് ക്യാപ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ ചില ഇൻഡെക്സുകൾ ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ഡേറ്റ വന്നിട്ട് അത് അല്പം കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് സിൽവറും ഇമ്പോർട്ട് ചെയ്തതാണ് ഒരു കാരണം. അമേരിക്കയിലോട്ടുള്ള എക്സ്പോർട്ട് കുറഞ്ഞത് മറ്റൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഇനി അമേരിക്കയായിട്ടുള്ള താരിഫ് ചർച്ചകൾ നടക്കുകയാണ്. അത് രണ്ട് തരത്തിലാണ് നടക്കുന്നതെന്നാണ് വാർത്തകൾ. ഒന്ന് ഈ റെസിപ്രോക്കൽ താരിഫിന്റെ കാര്യത്തിലും, ഒന്ന് ലോങ് ടൈം ബെനിഫിറ്റിന്റെ കാര്യത്തിലും. അതുപോലെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഫൈനൽ സ്റ്റേജിലാണ്. ഇന്ത്യ മറ്റു രാജ്യങ്ങൾ, ന്യൂസിലൻഡ് പോലുള്ള മറ്റു രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷോർട്ട് പൊസിഷനാണ്. 86% ഷോർട്ടാണ്, 69% ലോങ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ റിസൾട്ട് എല്ലാം കഴിഞ്ഞ് പ്രത്യേകിച്ച്